നമസ്കാരം. ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മാധ്യമത്തിന്റെ മാധ്യമധർമ്മം കാണണേ. മാധ്യമധർമ്മത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയൊക്കെ വല്ലാതെ വായ്ത്താരിയിടുന്ന കുറെ എണ്ണം അതിനകത്ത് ഇരിപ്പുണ്ട്. പുറമെ വലിയ നിഷ്പക്ഷനാണെന്നൊക്കെ കാണുകയാണെങ്കിലും ഉദ്ദേശം ഈ വർഗീയ വിഷം നാട്ടുകാരുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുക, ഇടതുവിരോധം ഉണ്ടാക്കുക, അതിനുവേണ്ടി കിണഞ്ഞു പണിയെടുക്കുക എന്നുള്ളതാണ് അതിനകത്തുള്ളവന്മാരുടെ പ്രധാന പണി. എന്താണിത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന വെള്ളാപ്പള്ളി നടേശന്റെ ആദരവ് എന്ന പരിപാടി, അദ്ദേഹം 30 വർഷം ഈ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരു ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടി സംഘടിപ്പിച്ചതിൽ അദ്ദേഹം അവിടെ വിവാദ പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയോടൊക്കെ 100% വിയോജിക്കുകയാണ്. പക്ഷേ മീഡിയ വണ്ണിന് ചിലത് കാണാൻ പറ്റും, ചിലത് കാണാനേ പറ്റില്ല. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ കണ്ടില്ല എന്നുള്ള നിലയ്ക്ക് മറച്ചു പിടിക്കും. ഏതുപോലെ മുമ്പ് ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വേളയിൽ തലയിൽ കെട്ടിയിരുന്ന ചുവന്ന റിബൺ കാവി എന്ന് വാർത്ത കൊടുത്തതിന് ശേഷം അത് ക്യാമറയുടെ പ്രശ്നം കൊണ്ട് സംഭവിച്ചാണെന്നൊക്കെ മെഴുകി വാരിയത് ഓർമ്മയില്ലേ? അതായത് ഉള്ളിലുള്ള വിഷം, ആ വിഷം ഈ നാട്ടിൽ പ്രചരിപ്പിക്കാൻ കഴിയാത്തത് ഇടത് ആശയം നിലനിൽക്കുന്നത് കൊണ്ടാണ്, കമ്മ്യൂണിസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ ഒരു മതവിഭാഗങ്ങൾക്കിടയിൽ വല്ലാത്ത വിദ്വേഷം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി അവർ ഒളിച്ചു പിടിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ആദരവ് എന്ന ആ പരിപാടി. നോക്കിയേ, അതിന്റെ ബ്രോഷറാണ് നിങ്ങൾ ഈ കാണുന്നത്. ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? മന്ത്രിമാരായ പി രാജീവ് ഉണ്ട്, VN വാസവൻ ഉണ്ട്, അതുകൂടാതെ കോൺഗ്രസിൽ നിന്ന് ഹൈബി ഈഡൻ MP ഉണ്ട്, തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള K ബാബു ഉണ്ട്, BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും ഉണ്ട്. പക്ഷേ വാർത്ത കൊടുക്കുമ്പോൾ മീഡിയ വണ്ണിന്റെ ആ ജാഗ്രതയും കരുതലും നോക്കണേ. ഈ കാർഡ് നോക്കി, ആ കാർഡിനകത്ത് അല്ലെങ്കിൽ ആ വാർത്തയ്ക്കകത്ത് മീഡിയ വൺ അടിച്ച് വെണ്ടയ്ക്ക നിരത്തി വെച്ചിരിക്കുന്നത് ആരുടെയൊക്കെ പേരെന്നൊന്ന് വായിച്ചു നോക്കി. വെള്ളാപ്പള്ളിക്ക് കൊച്ചിയിൽ ഇന്ന് ആദരവ്, ഉദ്ഘാടനം VN വാസവൻ, മുഖ്യ പ്രഭാഷണം P രാജീവ്. എന്തിനാണ് ഈ രണ്ട് കാര്യം മാത്രം, മന്ത്രിമാരുടെ പേര് മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്? അത് വായിക്കുന്നവർ അത്രമാത്രം അറിഞ്ഞാൽ മതി. വെള്ളാപ്പള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിന്റെ ചുമലിൽ മാത്രം ഇരുന്നോട്ടെ. ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഹൈബി ഈഡൻ MP വെള്ളാപ്പള്ളിയെ പൊന്നാട അണിയിച്ചു. മീഡിയ വൺ ഇതുവരെ കാണിച്ചോ? ഇതേ ദൃശ്യം കണ്ടോ? ആ ചടങ്ങിൽ വെള്ളാപ്പള്ളി ആദരിക്കുന്നത് ഹൈബി ഈഡനാണ്, പക്ഷെ വാർത്തയല്ല. ആ പരിപാടിയിൽ വെള്ളാപ്പള്ളിയെ കുറിച്ച് K ബാബു പറഞ്ഞത് ഇവർക്ക് വാർത്തയല്ല. എന്തായിരുന്നു K ബാബുവിന്റെ വാചകം? ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട സാമുദായിക നേതാവാണ് വെള്ളാപ്പള്ളി. അതിനെയൊക്കെ വെല്ലുവിളിച്ച് SNDPക്ക് നിലയും വിലയും ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ആക്രമിക്കപ്പെടുന്ന ആളാണെന്ന് സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തതിൽ K ബാബുവിന് പങ്കുണ്ട്. പക്ഷെ ആ കാര്യം ആര് കേൾക്കില്ല? മീഡിയ വണ്ണിന്റെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കേൾക്കില്ല. അവന് അത് ആവശ്യമില്ല. അവൻ ഏത് വിഷയം വന്നു കഴിഞ്ഞാലും ഇടതുപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ച് ജനങ്ങൾക്കിടയിൽ, ജനമല്ല മുസ്ലിം മതവിഭാഗക്കാർക്കിടയിൽ അവർക്കുള്ള പ്രേക്ഷകരെ എങ്ങനെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയല്ലേ ഈ നാറിത്തരങ്ങളൊക്കെ കാണിക്കുന്നത്? ഇതിന്റെ പേര് മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റും? അല്ലെങ്കിൽ ആ ബ്രോഷറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാണ്. 2 മന്ത്രിമാരുടെ പേര് മാത്രം. അപ്പോൾ എന്താണ്? സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടി എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളവരെ എല്ലാം മാറ്റി അല്ലെങ്കിൽ അവരെ ഒളിപ്പിച്ചതിന് ശേഷം ഇടതുപക്ഷത്തുള്ളവർ എല്ലാം ഈ മുസ്ലിം വിരോധമുള്ളവരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലേക്കാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് M സ്വരാജ് ഉൾപ്പെടെ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി എന്നുള്ള വ്യക്തി ഒരു സാമുദായിക നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് 30 വർഷം ആ ചുമതലയിൽ ഇരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു, മന്ത്രിമാരെ അതിലേക്ക് ക്ഷണിക്കുന്നു. എന്തേ പോകാൻ പാടില്ലേ? അതൊന്നും ആരും ഇവിടെ തിട്ടൂരിറക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ പങ്കെടുക്കും, പറയേണ്ട കാര്യം പറയേണ്ടടുത്ത് പറയും. പക്ഷേ അതിൽ പങ്കെടുക്കുന്ന ചിലരെ ഒളിപ്പിച്ചു വെച്ചിട്ട് സർക്കാരിന്റെ തലയെ കൊണ്ടുവച്ചതിന് ശേഷം മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇടതുപക്ഷ സർക്കാർ കൂട്ടാണ്, അവിടെ ഉണ്ടായിരുന്ന BJP പുറത്തു വരണ്ട, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പുറത്തു വരണ്ട, സർവ്വതും സർക്കാരിന്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ. ഇമാതിരി ഊളത്തരങ്ങൾ കാണിച്ചിട്ട് മാധ്യമധർമ്മം അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ള വാചകസത്ത് മാത്രം നടത്തരുതെന്നാണ് മീഡിയ വണ്ണുകാരോട് പറയാനുള്ളത്. കാര്യം ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയം വളർത്താൻ നിങ്ങൾ കിണഞ്ഞു പരിശ്രമിക്കുകയും ഇടതുവിരോധത്തെക്കുറിച്ച് നിങ്ങൾ പച്ച കള്ളങ്ങൾ നേതാക്കന്മാർക്കെതിരെ പ്രചരിപ്പിക്കുന്നത് നാട് കൈയോടെ പിടിച്ചതാണ്. അത് പൊളിക്കുന്ന സന്ദർഭം എത്തുമ്പോൾ ആ വീഡിയോ പോലും നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നും നാട് കണ്ടതാണ്. അത്തരം വീഡിയോ അല്ലെങ്കിൽ ആ നിങ്ങളെ പൊളിക്കുന്ന, നിങ്ങളുടെ പ്രവൃത്തി തുറന്നു കാട്ടുന്നവരെ സ്ട്രൈക്ക് അടിച്ച് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് നിങ്ങളെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഒളിച്ചു കിടത്തുന്നത് ആരും തുറന്നു കാട്ടാൻ പാടില്ല. എങ്കിൽ ഉടനടി നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് യൂസ് ചെയ്തു എന്ന നിലയ്ക്ക് അവരുടെ വായ് മൂടിക്കെട്ടാൻ പരിശ്രമിക്കും എന്ന് കരുതിക്കൊണ്ട് നാട്ടുകാർ അറിയില്ലെന്നാണോ? വിഷത്തെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ടെന്നേ. വിഷപ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അതായത് വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ബന്ധമുള്ള കോൺഗ്രസ്സുകാരെ
അത് സതീശന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് സതീശനെ കൊണ്ട് നേരത്തെ അവർ ക്ലാസ് കൊടുത്ത് ജമാഅത്ത് ഇസ്ലാമി ആശയം പറയിച്ച ആ ഒരു നിലപാടാണ് കോൺഗ്രസിന്റേത്. പങ്കെടുത്തവരെല്ലാം മഹാന്മാരാണെന്നൊക്കെ പറയാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വേലയൊക്കെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ കയ്യിൽ വെച്ചാൽ മതി എന്നേ പറയാനുള്ളൂ. ഈ നാട് വളരെ കൃത്യമായിട്ട് കാണുകയാണ്. ഒരു വിഷയത്തിൽ നിഷ്പക്ഷമായിട്ട് മറുപടി പറയണം. ആ വേദിയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് തുറന്നു കാട്ടേണ്ടത്. അല്ലാതെ അതിനെല്ലാത്തിനും ഉത്തരവാദി ഇവരുടെ പെടലിൽ ഇരുന്നോട്ടെ, കമ്മ്യൂണിസ്റ്റുകളെല്ലാം മുസ്ലിം വിരോധികളാണെന്ന് ചാപ്പ കുത്താൻ വേണ്ടി നടത്തുന്ന ഇമാതിരി തോന്നിവാസത്തെ മാധ്യമ പ്രവർത്തനം എന്ന് വിളിക്കാൻ കഴിയില്ല. ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടിയുള്ള കുഴലൂത്ത് മാത്രമാണെന്ന് തന്നെ അടിവരയിട്ട് അതിനെക്കുറിച്ച് പറയും.